എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വീഡിയോ ആണ് കേട്ടോ. ശരി, സൺഡേയിൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി പണി കൂടുതലുള്ള ദിവസമാണ് നമുക്ക്. കാരണം കാരണം എന്താണെന്ന് അറിയില്ല, സൺഡേ എന്തോ കുറച്ച് പണി കൂടുതലായിരിക്കും അല്ലേ, സാധാരണ ദിവസത്തേനേക്കാളും കൂടുതലായിരിക്കുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ രാവിലെ അരി ഇടണതെന്ന് പറഞ്ഞാൽ കുറച്ചിടണുള്ളൂ കേട്ടോ. കാരണം വൈകുന്നേരം നമുക്ക് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തേനേക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. ഏകമുദ്ര ദ്വിമുദ്ര ആ റൊട്ടീൻ അനുസരിച്ച് പോണ ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇത്തവണ എന്താണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ക്യാപ്സിക്കം പോലുള്ളവ ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്നാണ് ആലോചിച്ചത് അതുണ്ടാക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ചതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ രാവിലെ വലിയതായിട്ട് കടികളൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് ബിസ്ക്കറ്റും മിച്ചറും പിന്നെ എന്തെന്നാണ് മറ്റേ നൂൽപുട്ട് അതൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കഞ്ഞി ഇറക്കി ഇതിലോട്ട് വെക്കും. ഇതിലിരുന്ന് വെന്തോളും. റേഷനരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഞാൻ എടുക്കാൻ മറന്നുപോകും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത്തിരി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇനി അത് എടുക്കുകയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഈ പുറം പണി ചെയ്തിട്ട് എനിക്ക് ഈ ഭക്ഷണത്തിലിട്ട് വരകണം എനിക്കിഷ്ടമല്ല. അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് വേറെ പ്രത്യേകിച്ച് അധികം കറിയൊന്നും ഉണ്ടാക്കിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആ ഉച്ചക്കലത്തെ കാണിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം. കഴിഞ്ഞ ഓണത്തേനേക്കാളും ഒരു ഒന്നോ രണ്ടോ വ്യത്യാസമുള്ളൂ കേട്ടോ. വലിയതായിട്ട് വ്യത്യാസമൊന്നുമില്ല. അത് ബിരിയാണി എപ്പോഴും ആ ഒരു സ്റ്റൈലാണ് ഇവിടെ ചിലവാകുള്ളൂ. കാരണം എരിവ് അധികം ഇഷ്ടമല്ല. അതായത് ഇപ്പം സ്പൈസി ആയിട്ടുള്ള ബിരിയാണി വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടിട്ട് ആ ഒരു സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് നമ്മൾ കൊണ്ടുപോകണത്. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതിൽ ഇത്തവണ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊന്നും യൂസ് ചെയ്യണം, പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത് ഏകമുദ്ര ദ്വിമുദ്ര കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എന്ന് എനിക്ക് കുറേ നാളായ ആഗ്രഹം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. കാരണം ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റായിട്ട് വന്നത് കൊണ്ട് എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുണ്ടാക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഞാൻ മേടിക്കാൻ മറന്നുപോയി. ക്യാപ്സിക്കം അതിലെ മെയിൻ ഐറ്റമാണല്ലോ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. ഇനി അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഇനി എന്നാണ് മേടിക്കണേന്ന് ചോദിച്ചാൽ അന്ന് ഇതേപോലെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ കരുതണത്. അപ്പോൾ ഇത്തിരി നെയ്യും കുറച്ച് നെയ്യും സൺഫ്ലവറും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇടുന്നത്. അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, പട്ടയുടെ ഇല പട്ടയുടെ ഇലയും പിന്നെ കുറച്ച് സവാള അധികം ആവരുത്, കുറച്ച് ആയിട്ടിട്ടിട്ട് നമ്മൾ മുക്കിയിട്ടിരുന്ന അരി ഒന്ന് അതായത് വാരാനിടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലിട്ടൊന്നൊരു 5 മിനിറ്റ് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളത്തിൽ ആണ് നമ്മളിത് വെക്കണത്. അപ്പോൾ ഒരു നാരങ്ങ ഇടോട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പുളിയൊക്കെ ഇത്തിരി ഇഷ്ടമായതുകൊണ്ടിട്ട് ഒരു നാരങ്ങ ഇട്ടിട്ട് അതനുസരിച്ച് ഉപ്പ് ഇത്തിരി കയറ്റിയിടുകയാണ് ചെയ്യണത്. അപ്പം നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാരങ്ങ ഇടണതാണ് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നണു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയണ അരി വിട്ട് കിട്ടാനായിട്ടാണെന്നാണ് പറയണത്. പക്ഷേ ഈ നാരങ്ങയുടെ ആ ഒരു ടേസ്റ്റ് കൂടി ചേരുമ്പോഴാണ് അരിക്കൊരു പ്രത്യേകപരമായ ഒരു ടേസ്റ്റ് ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുമല്ലോ, ചോറിനുള്ള കറി ഉണ്ടാക്കണതാണ് കേട്ടോ. അതിൽ നമ്മൾ അത് ഇത്തിരി സ്പൈസിയാണ് കേട്ടോ. കാരണം നല്ല എരിവോടുകൂടിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ മാസം എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് നമ്മുടെ ഇത്തവണത്തെ കോട്ടയൊക്കെ കഴിഞ്ഞും കൊണ്ടിട്ട് ഇനി അടുത്ത മാസം എവിടെയെങ്കിലുമൊക്കെ പോകും. അപ്പോഴൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. ഇപ്പം ഈ സൺഡേ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ കരുതും. പിന്നെ അങ്ങനെ പോകാനുള്ളത് ചേച്ചിയുടെ അടുത്താണ്. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ജോലിക്ക് പോകും. അപ്പോൾ സൺഡേ ഉണ്ടാവും, ജോലി ഉണ്ടാവും. അപ്പോൾ തിങ്കളാഴ്ചയാണ് അവർക്ക് ലീവ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി അങ്ങാട് പോക്ക് നടക്കില്ല. അപ്പം ഇടയ്ക്കൊക്കെ പിന്നെ രാത്രിയൊക്കെ പോകട്ടെ. ഇപ്പം മഴയായതൊക്കെ കൊണ്ടിട്ട് മടിയാണ്. അപ്പം അങ്ങനെയൊക്കെ
മടിച്ചിരിക്കണ കൊണ്ടിട്ട് എങ്ങും പോക്കൊക്കെ കുറവാണ്. അപ്പം ഇന്ന് വീട്ടിൽ തന്നെ കൂടാമെന്ന് കരുതി വല്ല സിനിമയൊക്കെ കണ്ടിരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അരിയൊക്കെ ഏതാണ്ട് അരി വെന്തിട്ടില്ല, അരി തിളച്ചിട്ടില്ല. ഈ നമ്മൾ ഈ അരി വറ്റിച്ചെടുക്കണം, എനിക്ക് വറ്റിച്ചെടുക്കണം എൻ്റെ ഇഷ്ടം. കാരണം ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കണ ചോറിനേക്കാളും ടേസ്റ്റ് നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ അതിനാണ് ടേസ്റ്റ്. അപ്പം ഈ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള സംഗതിയൊക്കെ ഞാൻ അളന്ന് തൂക്കിയൊക്കെ വെക്കോട്ടെ. എനിക്ക് ആ ഒരു സ്പൂൺ കറക്റ്റ് അളവാണ്. ആ സ്പൂണിൽ ഞാൻ എപ്പോഴും അളന്ന് വെക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഒരു മല്ലിപ്പൊടി ആ സ്പൂണിൽ ഒരു മൂന്ന് മല്ലിപ്പൊടി, പിന്നെ 2 മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു അര അല്ലെങ്കിൽ അര എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ മസാലപ്പൊടിയും ഒരു 2 എടുക്കും കേട്ടോ. 2 1.5 ഒക്കെ ഇട്ടിട്ട് എടുക്കും. അത് നമ്മുടെ ചിക്കൻ്റെ അളവ് പോലെയൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒരളവ് വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നും. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടായിരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് പോയി വെക്കുമ്പോൾ എനിക്ക് ഇവിടെ വെക്കണ ടേസ്റ്റ് ഒരിക്കലും അവിടെ കിട്ടാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കളറൊക്കെ നോക്കിയിട്ട്, അതായത് ലൂസായിട്ടുള്ള പാക്കറ്റുകളൊക്കെ കേട്ടോ ഇങ്ങനെ, അല്ലാണ്ട് ഇങ്ങനെ ബ്രാൻഡഡ് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇവിടെ കുടുംബശ്രീ വഴിയൊക്കെ അങ്ങനെയൊക്കെ പൊടിക്കണതൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ നോക്കിയാണ് വാങ്ങിക്കാറ്. അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെക്കും. അപ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നുമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അവിടെ എനിക്ക് ഇങ്ങനത്തെ സ്പൂൺ അളവൊന്നും കറക്റ്റ് എടുക്കാൻ പറ്റാറില്ല. ഇവിടുത്തെ സ്പൂണിൻ്റെ ഒരു അളവല്ല അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ഇവിടുത്തെ ഒരു കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എൻ്റെ അളവ്. അതായത് സ്പൂണിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ പൊടി ഐറ്റം ചേർക്കും. അപ്പം എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ നമുക്ക് കറിക്ക്. ഇത്തവണ നമ്മൾ ചിക്കൻ അത് എന്തെന്നാണ് ഒക്കെ ഇട്ട് കുഴച്ച് മറിച്ചൊന്നും വെച്ചില്ല, നേരെ നമ്മൾ പുരട്ടി വെച്ചില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒത്തിരി വൈകിയാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ പുരട്ടി വയ്ക്കണ്ട, വേഗം ഇട്ട് ചെയ്യാമെന്ന് കരുതി. പക്ഷേ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരമൊക്കെ പുരട്ടി എല്ലാം മസാലപ്പൊടിയെല്ലാം കൂടി പുരട്ടി വെച്ചിട്ട് ഇതിലോട്ട് ഇടുകയാണ് ചെയ്യണത്. പക്ഷേ ഇന്ന് അങ്ങനെ കുഴപ്പമൊന്നും തോന്നിയില്ല. എങ്ങനെ വെച്ചാൽ ചിക്കനൊക്കെ ആകുമ്പോൾ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് തന്നെയാണ്. പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് ഇല്ലായ്മ വരുന്നതൊക്കെ ആ വെക്കേണ്ട മാതിരി വെച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാത്തത് പച്ചക്കറികൾക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ വെക്കും കേട്ടോ. കാരണം ഒന്ന് കിടന്ന് വേവണമല്ലോ. അപ്പം എല്ലാവരും വിചാരിക്കും ഞാൻ കുറേ വെള്ളം ഒഴിക്കണ പോലെയൊക്കെ തോന്നും, പക്ഷേ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ വെക്കണത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ അടി പിടിക്കൂലേ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കേണ്ടതാണ്. അപ്പം ഇനി ഇത് മൂടി വെക്കും. മൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അരി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കും. കാരണം അടിയിലൊരിത്തിരി വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുഴുവനായിട്ടും പോയിട്ടുണ്ടാവൂല, ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കണ പോലെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ ഇളക്കി മറിച്ചിട്ട് വീണ്ടും ഒന്ന് മൂടിയൊക്കെ വെക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വേറൊരു ബേസിനിലോട്ട് ഈ അരി വാരി വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടാണ് നമ്മൾ ഈ ചട്ടിയിൽ, ഈ ചട്ടിയല്ല, ഈ പോട്ടിൽ തന്നെ നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡിയാക്കും. കാരണം ഇതിൽ തന്നെയാണ് നമ്മൾ ദമ്മിട്ട് വെക്കണത് കേട്ടോ. അപ്പോൾ സാധാരണ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സവാള, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടിച്ച് ചതച്ചത്, അതും ഇട്ടിട്ട് പിന്നെ നമ്മൾ ഈ ചിക്കനും, ഇത്തവണ ചിക്കൻ വറക്കണില്ല കേട്ടോ. വറക്കാതെ തന്നെയാണ് നമ്മൾ ഇതിലോട്ട് ഇടുന്നത്. അതിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയുമാണ് ഇടുന്നത്. ഒരു പൊടിക്ക് മാത്രം മുളക് പൊടി പൊടിക്ക് ഇടണോളൂ കേട്ടോ, അല്ലാതെ അധികമൊന്നും ഇട്ടില്ല. മസാലപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തൈര് 2 സ്പൂൺ തൈരിടും. പിന്നെ ഒരു നാരങ്ങ ഇടൂല കേട്ടോ, അരനാരങ്ങ. അത് നമുക്ക് ചിക്കനുള്ളതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ
ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് അധികം എരിവും ഉണ്ടാവൂല, എന്നാൽ ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാവും. അങ്ങനത്തെ ഒരു പച്ചമുളകാണല്ലോ നമ്മൾ ചേർക്കണുള്ളൂ. അപ്പം ഈ ഒരു എരിവ് പാകമാണ് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിക്ക്. കഴിഞ്ഞ തവണ ഞാൻ വെച്ചതിനൊരു ഇത്തിരി എരിവ് കൂടുതലായിരുന്നു. കാരണം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വെച്ച് മല്ലിപ്പൊടി ചേർത്തപ്പോഴേ ഈ ടേസ്റ്റിൽ നിന്ന് ഭയങ്കരമായ വ്യത്യാസം വന്നു. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇത്തവണ മല്ലിപ്പൊടി ഇടാതെ വെച്ചത്. മല്ലിക്കുത്ത് ഇത്തിരി എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് ഇട്ടില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെക്കണേണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് കുക്കറിൽ ഒരൊറ്റ വിസലിന് അടിച്ചിട്ട്, കാരണം സമയം ഏകദേശം വൈകിയും കൊണ്ടിട്ട് നമ്മൾ കുക്കറിലിട്ട് ഒരടി അടിച്ചിട്ടൊന്ന് ഈ സ്പോട്ടിൽ തന്നെ ഇട്ടൊന്ന് വറ്റിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ദമ്മിട്ടത് കേട്ടോ. ദമ്മിടാനിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ദമ്മിട്ടത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെന്നാണ് റോസ് വാട്ടറും നെയ്യും ഇടയ്ക്കൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അച്ഛനും അമ്മക്കുള്ളത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അനക്കാതെ തന്നെ എടുത്തത്. ആ എടുക്കണത് മാത്രം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ ചോറുണ്ണാൻ എടുക്കുമ്പോൾ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ആ ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് കുറവുണ്ടാവുമല്ലോ. അപ്പം ഇന്നത്തെ നമ്മുടെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്തവണ പീസുകൾ, അതായത് ചിക്കൻ പീസൊക്കെ ചെറിയ പീസുകളായിരുന്നു കേട്ടോ, വലുതല്ലായിരുന്നു. ആ ലെഗ് മാത്രമേ ഇത്തിരി വലുതുണ്ടായുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മളെപ്പോഴും വൈറ്റ് റൈസായിട്ട് കൂടുതലും എടുക്കാനായിട്ട് ശ്രമിക്കാറ്. അതായത് ഈ ഗ്രേവി അധികമായിട്ട് കൂട്ടി കുഴക്കാറില്ല. വൈറ്റ് റൈസാണ് ഇത്തിരി കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ ഇനിയും വരാൻ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക.